ഇന്നലെ ആരോഗ്യമന്ത്രിയോട് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ ആരോഗ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞ കാര്യം, ഡോക്ടർ ഹാരിസിനോട് ഞങ്ങൾക്ക് പ്രതികാരമില്ല. ഡോക്ടർ ഹാരിസ് ഒരു അപാകം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അത് തിരുത്താനുള്ള അവസരമാണ്. ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളാണ്, ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വൈകുന്നേരമായപ്പോൾ വിമർശിച്ചപ്പോഴേക്ക് കാര്യങ്ങളെല്ലാം മാറിയോ? തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരു ഡോക്ടറെ ക്രൂശിക്കാൻ ഒരുങ്ങുകയാണോ, ക്രൂശിക്കാൻ പോവുകയാണോ? അഭിലാഷ്, കേൾക്കാമെന്ന് കരുതുകയാണ്. കേൾക്കാം. ഒന്ന്, ഇത്തരം വിഷയങ്ങൾ കേൾക്കാമല്ലോ. ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ സജീവമായി മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് ക്രൂശിക്കൽ ഉൾപ്പെടെയുള്ള പദപ്രയോഗങ്ങളും നടത്തുകയും ചെയ്യും. എന്നാൽ നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിനകത്ത് തന്നെ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പണം കാണാനില്ല, അത് ഏതെല്ലാമോ വഴിക്ക് പോയി എന്നതിനെപ്പറ്റി ചർച്ച വന്നപ്പോൾ ആ ചർച്ച ഒരു ദിവസം പോലും നടത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോവുകയല്ല, ചില കാര്യങ്ങളെല്ലാം അറിയണമെന്നുള്ളതുകൊണ്ടാണ്. ഓമനക്കുട്ടനെക്കുറിച്ച് 70 രൂപ ഓട്ടോ കാശ് വാങ്ങിയ ഓമനക്കുട്ടനെക്കുറിച്ച് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയെക്കുറിച്ച് ആഴ്ചകളോളം ചർച്ച നടത്തും. ഇത്തരത്തിലൊരു സമീപനം താലോലിച്ചാൽ അവർ അഹങ്കാരികളായി മാറും. കൂടുതൽ പരാതി ഉണ്ടല്ലോ, ആ പരാതിയിൽ എന്തെങ്കിലും ഒരു അന്വേഷണം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വരട്ടെ. ആ വിഷയം ഇന്നുകൊണ്ട് അവസാനിച്ചു പോകുന്നൊന്നുമല്ലല്ലോ. അല്ലാതെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിൽ എന്തെങ്കിലും വിവാദം ഉണ്ടായാൽ അത് പൊതിഞ്ഞു പിടിച്ച് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയേണ്ട ഒരു ബാധ്യതയും കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ല. ഞാനിപ്പോ അങ്ങയോട് ചോദിച്ച ചോദ്യം ഡോക്ടർ ഹാരിസിനെ ക്രൂശിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ അഭിലാഷ് പ്രയാസപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഒരു മാധ്യമത്തെ ഉദ്ദേശിച്ചും പറഞ്ഞതല്ല. പൊതുവായ ഒരു മാധ്യമ ശൈലിയെ ഈ ദിവസം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഒരു പൊതു സമീപനം അതാണ്. മറ്റെല്ലാമാണെങ്കിൽ തേടിപ്പിടിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് അവർ എന്തും തോന്നിയ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലായി അവർക്ക് ഒരു പരിഗണന കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൂടി സൂചിപ്പിക്കണം എന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, മന്ത്രി ഉൾപ്പെടെ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഒരു സർവീസ് രീതിക്ക് ചേർന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ പരിശോധിച്ചു പോകും എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇവിടെ നാം കാണേണ്ടത്, ഇവിടെ ആർക്കാണ് വടിയെടുത്ത് കൊടുക്കുന്നതെന്നാണ്. ദേശീയ അന്തർദേശീയ അടിസ്ഥാനത്തിൽ തന്നെ 30ഓളം പുരസ്കാരങ്ങൾ നേടി സൗജന്യ ചികിത്സയുടെ കാര്യത്തിലും പൊതു ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഇകഴ്ത്തി കാണിക്കാനാണ് ഇവിടെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമത്തിന് വളമിട്ട് കൊടുക്കാനുള്ള പ്രവർത്തനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെയെല്ലാം വിമർശിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ആരും വിമർശനാതീതമായി ആരോഗ്യ മേഖല സമീപകാലത്ത് സജീഷ്, എന്തിനാണ് ഡോക്ടർ ഹാരിസ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്? അദ്ദേഹത്തിന് അത്രയും അമർഷം തോന്നിയ ഒരു സന്ദർഭം വന്നപ്പോൾ രോഗികളുടെ ചികിത്സ, ഏറ്റവും പാവപ്പെട്ട രോഗികളുടെ ചികിത്സ, ശസ്ത്രക്രിയ, അടിയന്തര സാഹചര്യത്തിലാണല്ലോ ശസ്ത്രക്രിയ, ആ ശസ്ത്രക്രിയ തന്നെ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഇല്ലാതെ മുടങ്ങുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. ഈ പ്രശ്നം ഉയർന്നു വന്ന് 48 മണിക്കൂർ തികയുന്നതിന് മുൻപ് അത് പരിഹരിക്കപ്പെട്ടു. നോക്കൂ, 2 മാസമായി ഇതുമായി ബന്ധപ്പെട്ട ഫയല് കെട്ടിക്കിടക്കുകയായിരുന്നു എങ്കിൽ ഈ വിഷയം അദ്ദേഹം ഒരു വിസിൽ ബ്ലോവർ എന്നുള്ള നിലയിൽ ഉന്നയിച്ചതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം പരിഹരിക്കപ്പെട്ടു. ശസ്ത്രക്രിയ നടന്നു, നാളെയോ മറ്റന്നാളോ ആ രോഗികളെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം ഇവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച ആളെ ഷൂട്ട് ചെയ്തിട്ട്, നമ്മൾ ഷൂട്ടിംഗ് ദ മെസഞ്ചർ എന്ന് പറയും, നമ്മുടെ മഹത്തായ ആരോഗ്യ രംഗത്തെ ഇകഴ്ത്തുകയല്ലേ നിങ്ങൾ എന്ന് പറയുകയാണോ ഈ സന്ദർഭത്തിൽ വേണ്ടത് എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം. അല്ല, മറ്റൊരു രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാനായിരിക്കും പലർക്കും താല്പര്യം. എന്നാൽ ആ രീതിയിൽ കാണണമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, ഡോക്ടർ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഔദ്യോഗികമായ രീതികളിലൂടെയല്ല, പകരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് പലരുടെ ഇടയിലും മാറിയിട്ടുണ്ട്. പലരും അതിനെ എടുത്ത് ഉപയോഗിക്കാനും വേണ്ടി, രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച ഉൾപ്പെടെ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഉപകരണങ്ങൾ അതിൻ്റെ അഭാവം ചൂണ്ടിക്കാണിക്കുന്നു. കേടായ ഉപകരണം 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് മാറ്റി സ്ഥാപിക്കുകയും ഒരാളുടെ ശസ്ത്രക്രിയ മുടങ്ങി ആ ശസ്ത്രക്രിയ ഇപ്പോൾ പൂർത്തീകരിക്കുകയും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ഉപകരണങ്ങൾക്ക്
മാർച്ച് മാസത്തിൽ തന്നെ ഓർഡർ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് എന്നതും ഒരു വസ്തുതയാണ്. ഇവിടെ സാങ്കേതികമായി അതിനുണ്ടായ കാലതാമസം, ആ കാലതാമസം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. അത് ഈ പൊതുജന ആരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ, ആ നേട്ടങ്ങളെ ഇകത്തി കാണിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടർക്ക് വളമായി മാറി എന്നതിനെ നമുക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ സൂചിപ്പിക്കാവുന്നതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കാൻ ആളുകൾ വലിയ കാത്തു നിൽക്കുകയാണല്ലോ. മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഓരോരോ കാര്യങ്ങളും ചർച്ച ചെയ്താൽ ശ്രീ എസ് കെ സജീഷ്, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു മഹാപരാധമായി പോയി എന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം ഉപമിച്ചത് ആത്മഹത്യയോടെയാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു വഴിയും ഇല്ലാതാവുമ്പോൾ, എല്ലാ വഴികളും പരീക്ഷിച്ചു, ഒന്നും നടന്നില്ല, ഒരു വഴിയും ഇല്ലാതാവുമ്പോൾ ആത്മഹത്യ ചെയ്യുമല്ലോ, അതുപോലെ എൻ്റെ പ്രൊഫഷണൽ സൂയിസൈഡാണ് ഇത്, നടപടി വരും എന്ന് എനിക്കറിയാം എന്നാണ് ഡോക്ടർ പറയാണ്. അപ്പോൾ അദ്ദേഹം ആകെ ചെയ്തത് ആ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകാതിരിക്കാനാണ് ഞാനിത് ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. അദ്ദേഹം HOD ആണ്, യൂറോളജി വകുപ്പിൻ്റെ മേധാവിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഉപകരണങ്ങളുടെ പർച്ചേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള എല്ലായിടങ്ങളിലും കയറി. സാധാരണ നിലയിൽ മന്ത്രിയുടെ ഓഫീസിൽ ഒരു മെഡിക്കൽ കോളേജിൽ HOD പോവേണ്ട ആവശ്യമില്ല. പക്ഷേ ആ 7 മാസം മുമ്പ് ആ സാഹസവും അദ്ദേഹം ചെയ്തു. മന്ത്രിയുടെ ഓഫീസിൽ പോയി CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മന്ത്രിയുടെ PS-മായി സംസാരിച്ചു. അങ്ങനെ എല്ലാ വാതിലുകളും മുട്ടി സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു മനുഷ്യൻ, ഒരു ചെറിയ ചെറുപ്പക്കാരൻ്റെ, അയാളുടെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ശസ്ത്രക്രിയ കൂടി മുടങ്ങുന്നത് കണ്ട് ഹൃദയം തകർന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടപ്പോൾ ഇതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളില്ലേ എന്ന് പറയുന്നത്, എന്ന് ചോദിക്കുന്നത്, എന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആകെ ഇകഴ്ത്തിയില്ലേ എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ് ശ്രീ സജീഷ്. അല്ല, താങ്കൾക്ക് വൈകാരികമായ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുള്ളത് കൊണ്ട് താങ്കൾ അങ്ങനെ തന്നെ അവതരിപ്പിച്ചു. ഇതിൽ വൈകാരികതയുടെ പ്രശ്നമാണോ? ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയട്ടെ അഭിലാഷ്, ഒരു കാര്യം ഇവിടെ നമ്മൾ കാണേണ്ട വിഷയം ഇത്ര മാത്രമാണ്. ഇവിടെ ഒരു ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം വന്നു. അത് അവിടുത്തെ ഉപകരണത്തിൻ്റെ കേടുമൂലം ഉണ്ടായതാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ, മന്ത്രിയുടെയും മറ്റും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഹൈദരാബാദിൽ നിന്ന് ആ ഉപകരണം കൃത്യമായി എത്തിച്ച് ആ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തി ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരിപ്പോൾ ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ ആളുകളിപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. അവർ അടുത്ത ദിവസം ആശുപത്രിയിൽ നിന്ന് പോവുകയും ചെയ്യും. യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മുൻ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റും മറ്റെല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിലുണ്ടായ നേട്ടങ്ങളെ ഇതിന് വെച്ച് ഇകത്തി കാണിക്കാനോ കുറ്റപ്പെടുത്താനോ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2024-25 കാലഘട്ടത്തിൽ 67 ലക്ഷം രൂപ 67 കോടി രൂപ യൂറോളജിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ശസ്ത്രക്രിയ 2898 ഈ വർഷം 1327 ശസ്ത്രക്രിയകൾ നടന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം 312 ശസ്ത്രക്രിയകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ജൂൺ വരെ, ഈ ജൂൺ 25 വരെ 242 ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് ഓപ്പറേഷൻ തിയേറ്ററുകളിലെല്ലാം ശസ്ത്രക്രിയ നടക്കുകയും ഇതേ സമയത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉപകരണത്തിൻ്റെ കേടുപാട് ഉണ്ടായി, അത് അടിയന്തരമായി തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ കൂടുതൽ വൈകാരികമായി അവതരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊരു കാണാൻ വേണ്ടി പലതായ താല്പര്യങ്ങൾ ഉണ്ടാകാം. ഒരു ഉപകരണത്തിന് ഒരു കേട് വന്നു, ഞങ്ങൾ പെട്ടെന്ന് ആ ഉപകരണത്തിന്റെ തകരാറ് പരിഹരിച്ചു, ഇതാണല്ലോ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവിചാരിതമായി ഒരു ഉപകരണം കേടുവന്നതാണോ, അതോ ഇതാണോ നടപ്പ് ശീലം? ഈ വലിയ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ഒക്കെ അനുബന്ധ ഉപകരണങ്ങൾ കൃത്യമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നാണ് താങ്കളുടെ വാദമെങ്കിൽ അതിന് മറുവാദമുണ്ട്. അതിൽ ധാരാളം ഡോക്ടർമാരും പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ മടങ്ങിയെത്താം.